Hi all, today we are discussing binary arithmetic. എന്താണ് ബൈനറി അരിത്മാറ്റിക്? ബൈനറി നമ്പറുകൾക്കിടയിൽ, അതായത് ബൈനറി നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0യും 1ഉം ആണ്, 2 ഡിജിറ്റ് അതിനകത്തുള്ളൂ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത്. ആ 0യും 1ഉം ഉള്ള ബൈനറി നമ്പേഴ്സിനെ അരിത്മാറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബൈനറി അരിത്മാറ്റിക് എന്ന് പറയാം. നമുക്ക് ഈ ഡിജിറ്റ്സ് വെച്ചിട്ട് അരിത്മാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാം. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇൻ ബൈനറി നമ്പർ സിസ്റ്റം ദെയർ ആർ ഓൺലി 2 ഡിജിറ്റ്സ് 0 ആൻഡ് 1. ഇതിനകത്ത് 0യും 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് എനി നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദീസ് 2 ഡിജിറ്റ്. നമ്മൾ കണ്ടതാണ് നമ്പർ സിസ്റ്റം കൺവേർഷനൊക്കെ പറഞ്ഞപ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഡിജിറ്റ് വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. The arithmetic of binary numbers mean the operations of addition, subtraction, multiplication and division. ഈ എല്ലാ ഐറ്റംസും, അതായത് എല്ലാ ടൈപ്പിലുള്ള അരിത്മാറ്റിക് ഓപ്പറേഷൻസും നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് നമ്പേഴ്സ്, അതായത് ബൈനറി നമ്പേഴ്സ് ആയിട്ടുള്ള 0യും 1ഉം വെച്ച് തന്നെ ചെയ്യാൻ കഴിയും. ബൈനറി അരിത്മാറ്റിക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ഫ്രം ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ദാറ്റ് ഈസ് ഫ്രം ദ റൈറ്റ് മോസ്റ്റ് സൈഡ്. നമ്മൾ ബൈനറി അരിത്മാറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ അഡീഷൻ ആയാലും സബ്സ്ട്രാക്ഷനൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിൽ നിന്നാണ് ചെയ്തു തുടങ്ങുക. അതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫസ്റ്റ് ബൈനറി അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ്സ് എ കീ ഫോർ ബൈനറി സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ ബൈനറി അഡീഷൻ തന്നെയാണ് സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ ഉള്ള ഒരു കീ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വെറും 0സും 1സും വെച്ചാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്നുള്ള രീതിയിലാണ് ബൈനറി അഡീഷൻ ഉള്ളത്. ദർ ആർ 4 റൂൾസ് ഫോർ ബൈനറി അഡീഷൻ. 4 റൂൾസാണ് ബൈനറി അഡീഷന് വേണ്ടിയുള്ള. ഏതൊക്കെയാണ്? എയും ബിയും 0 ആണെങ്കിൽ സമ്മ് 0 ആണ്, ക്യാരി 0 ആണ്. അതേപോലെ എയും ബിയും 0യും 1ഉം ആണെങ്കിൽ സമ്മ് 1, ക്യാരി 0. 1ഉം 0യും ആണെങ്കിൽ സമ്മ് 1, ക്യാരി 0. 1ഉം 1ഉം ആകുമ്പോൾ സമ്മ് 0 ആണ് കേട്ടോ. സോറി, അവിടെ മിസ്റ്റേക്കാണ്, തിരുത്തണേ. സമ്മ് 0, ക്യാരി 1 അങ്ങനെയാണ് വരിക. അതായത് നമ്മൾ 1ഉം 1ഉം ചെയ്യുമ്പോൾ എന്താണ്? 2 അല്ലേ? 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 അല്ലേ? 2 നമ്മൾ പൊസിഷൻ വയ്ക്കുകയാണെങ്കിൽ 1 0 ആണ് 2. അപ്പോൾ അതിനകത്ത് 0 സമ്മായിട്ടും വരും, 1 ക്യാരി ആയിട്ട് വരും. അതാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ അവിടെ 0 ആയിട്ട് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് പ്രിൻ്റ് മിസ്റ്റേക്ക് വന്നതാവും. സോ ഇത്ര 4 റൂൾസ് ഉള്ളത്. 0 0 ആകുമ്പോൾ സമ്മ് 0, ക്യാരി 0. 0 1 ആകുമ്പോൾ 1 0 ആയിരിക്കും. 1 0 ആകുമ്പോൾ 1 0 ആയിരിക്കും. 1 1 ആകുമ്പോൾ 0 1 ആയിരിക്കും കേട്ടോ. അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ ചെയ്യാൻ പോകണം എങ്ങനെയാണ് ബൈനറി അഡീഷൻ ചെയ്യുക. ഇൻ ദ ഫോർത്ത് കേസ് ബൈനറി അഡീഷൻ ഈസ് ക്രിയേറ്റിംഗ് ദ സം ഓഫ് 1 + 1 = 1 0. അതാണ് ഞാൻ 4ാമത്തെ കേസ് പറഞ്ഞത്. അതായത് 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 2 അല്ലേ കിട്ടുക? 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പൊസിഷൻ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 1 2 4 8 16 28 അങ്ങനെയുള്ള നമ്മുടെ പൊസിഷനിങ്. അപ്പോൾ അതിനകത്ത് 2th പൊസിഷനിൽ മാത്രം 1 ഇട്ട് കൊടുക്കും, 1ൻ്റെ പൊസിഷനിൽ 0 ഇട്ട് കൊടുക്കും. അതാണ് 1 0. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 0നെ എന്ത് ചെയ്യും? സമ്മാക്കിയിട്ടും കൊടുക്കും. അതേപോലെ ആ 1നെ നെക്സ്റ്റ് കോളത്തിൽ ക്യാരി ആക്കിയിട്ടും കൊടുക്കും. അതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസിമലിൻ്റെയും ഒരു ബൈനറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 6ഉം 7ഉം ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഡെസിമലിൻ്റെ ഒരു എക്സാമ്പിളാണ് ആദ്യം പറയാൻ പോകുന്നത്. ക്യാരി എങ്ങനെ എടുക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് 6ഉം 7ഉം ആഡ് ചെയ്ത് എന്താണ്? 13. 13ൻ്റെ 1നെ നമ്മൾ എന്ത് ചെയ്തു? ക്യാരി ആക്കിയിട്ട് ഇവിടെ ജസ്റ്റ് കാണിച്ചു. ഡെസിമലിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ ക്യാരി യൂസ് ചെയ്യാറില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിളാക്കി കാണിച്ചതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ബൈനറിൻ്റെ കേസ് ഒന്ന് ഇട്ട് നോക്കാം. ബൈനറിക്കകത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതാണ് നമ്മളുടെ മെയിൻ കോൺസെൻട്രേഷൻ. നമ്മൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് ക്യാരി എടുത്തതെന്ന് പറയുകയാണ്. അപ്പോൾ 0 1 1 0 0 1 1 1 ഇതാണ് നമ്മളുടെ ഒരു ബൈനറി നമ്പർ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 0 1 1 സോറി, ഇത് പോയിൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നൈസ്. 0 1 1 0 0 1 1 1 ഇതാണ് നമ്മുടെ ബൈനറി അഡീഷൻ നമ്മൾ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? 0 1 നമ്മൾ ചെയ്തു. 0 + 1 എന്താണ്? 1. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിൾ പുറത്ത് വരച്ച് വെച്ചിട്ടൊക്കെയാണ് എഴുതാക്കാം കേട്ടോ. 0 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 1 1 0 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു 1 1 ആകുമ്പോൾ 0 സമ്മ് വരും, റിമൈൻഡർ 1 വരും. ആ 1 ആണ് ഇവിടെ കിടക്കുന്നത്. ക്യാരിൻ്റെ അവിടെ കണ്ടോ? ക്യാരിയാണ്, ആ 1 ആണ് ഇത്. അപ്പോൾ എന്താണ്? 1 1 ആകുമ്പോൾ 0 ആണ്, ക്യാരി 1 ആണ്. നെക്സ്റ്റ് കേസ് 1 1 എന്താണ്? 0 വരും. അപ്പോൾ അവിടെ ഒരു ക്യാരി വരും, ആ ക്യാരിയാണിത്. പക്ഷേ നമ്മളിവിടെ ഓൾറെഡി ഒരു ക്യാരി ഉണ്ടല്ലോ, നമ്മളതിന് മുന്നേ കൊടുത്തൊരു ക്യാരി. അതുകൂടെ ചെയ്യുമ്പോൾ എന്താണ്? 1 1 0 ആയി, പ്ലസ് ആ ക്യാരിൻ്റെ 1. അപ്പോൾ എന്തായി? 1 0 1 ചെയ്തെന്താണ്? 1 ആണ്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് കേസ് 0 0 0 0 എന്താണ്? 0 ആണ്. പക്ഷേ ഇവിടെ ഒരു ക്യാരി ഉള്ളതുകൊണ്ട് എന്താണ്? അത് 1. അപ്പോൾ റിസൾട്ട് എന്ത് കിട്ടും? 1 1 0 1 എന്ന് കിട്ടും.
ഓക്കെ. അപ്പോൾ ഈ ക്യാരി വന്നെങ്ങനെ മനസ്സിലായില്ലേ? ഇവിടെ 110 ആണ് നമ്മളുടെ ക്യാരി വരാൻ കാരണം എന്താണ്? 11 വരുന്ന കേസിലൊക്കെ ക്യാരി 1 വരും. കാരണം ഇവിടെ 2 പ്രാവശ്യം 11 വന്നു കണ്ടോ? അതേപോലെ തന്നെ ക്യാരിയിലും 2 പ്രാവശ്യം 11 വന്നു. അപ്പോൾ ക്യാരി ചെയ്യുമ്പോൾ വെച്ചാൽ റൈറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് ആദ്യം 0യും 1ഉം ചെയ്തു. അപ്പോൾ എന്താണ് റിസൾട്ട് 1 കിട്ടി. വേണമെങ്കിൽ ആ ടേബിൾ നോക്കിയാൽ മതി കേട്ടോ, കൺഫ്യൂഷൻ ഉള്ളവർ. പിന്നെ നമ്മൾ ചെയ്തതെന്താണ് ഈ 11 ആണ്. 11 ചെയ്തപ്പോൾ എന്താ റിസൾട്ട് കിട്ടുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മേലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ റിസൾട്ട് കിട്ടുക. സമ്മ് 0 കിട്ടും, ക്യാരി 1 കിട്ടുക. 1 ആട്ടോ മേലെ കൊടുത്തിട്ടുള്ളത്. പിന്നത്തെ കേസിൽ എന്താണ് 11 ആണ്. അപ്പോൾ 0 ആണ് ശരിക്കും കിട്ടുക എന്നാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് നമ്മുടെ ഇവിടെ ഒരു ക്യാരി ഉണ്ടല്ലോ, ആ ക്യാരിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് 11 0 വരും, പ്ലസ് ഇവിടെയുള്ള ക്യാരിൻ്റെ 1 ഉണ്ട്, അതുകൊണ്ട് തന്നെ 1 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 1 ക്യാരി വന്നല്ലോ, കാരണം 11 0 ആയതുകൊണ്ട് ഒരു 1 ക്യാരി വന്നു, ആ 1 ഇവിടെ വന്നു. അപ്പോൾ 0 0 ശരിക്കും 0 ആണ് കിട്ടേണ്ടത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അതാണ്. പക്ഷേ ക്യാരി 1 ഉള്ളതുകൊണ്ട് ആ 1 ഇവിടെ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഡെസിമൽ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ക്യാരി 0 ആക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. കാരണം എന്താണ് 13 + 5 18 ആണ്, അതിനകത്ത് ക്യാരി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ബൈനറിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 1. നിങ്ങൾ ചെയ്ത് നോക്കണം. ബൈനറി മെയിനായിട്ട് ചെയ്തു, ഡെസിമൽ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിളൊക്കെ അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. എങ്ങനെയാണ് ബൈനറിൻ്റെ കേസ് വരുന്നത്? 1 1 ആണ്. അപ്പോൾ എന്താ റിസൾട്ട് കിട്ടുക? 0 കിട്ടും, ക്യാരി 1 കിട്ടും. നെക്സ്റ്റ് എന്താണ് 0 0 പ്ലസ് ചെയ്താൽ 0 ആണ്. പക്ഷേ ഇവിടെ ഒരു ക്യാരി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു? ആ 1നെ അവിടെ കൊടുത്തു. നെക്സ്റ്റ് 1 1 ആണ്, 1 1നെ കൊടുത്തു. അപ്പോൾ 0 കൊടുത്തു, ക്യാരി അവിടെ നിന്ന് മേലെ വന്നു. കാരണം എന്താണ് 1 1 ആകുമ്പോൾ ക്യാരി വരും. എന്നിട്ട് നെക്സ്റ്റ് കേസ് വരുമ്പോൾ 1 0 1 ആണ്. പക്ഷേ ഇവിടെ ഒരു ക്യാരി ഉള്ളതുകൊണ്ട് എന്തായി? 0 ആയി. പിന്നെ ഒരു 1 ഉണ്ട്. അപ്പോൾ ആ 1 എന്താണ്? ആ 1 നമ്മൾ അവിടെ കൊടുത്തു. കാരണം റിസൾട്ട് ഫൈനൽ റിസൾട്ട് എന്താണ്? 1 0 0 1 0 ആണ്. പക്ഷേ ക്യാരി എന്താണ്? 1 1 0 1. അപ്പോൾ സം എങ്ങനെ കിട്ടുന്നത് മനസ്സിലായില്ലേ? നിങ്ങൾ ആ ടേബിൾ വെച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കും. അപ്പോൾ ബോർഡുമേലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകുമായിരുന്നു. പക്ഷേ നമുക്കിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് പറ്റിയൊരിതല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ മനസ്സിലാക്കി വെക്കുക, ടേബിൾ എടുത്ത് വരച്ച് വെക്കുക. എന്നിട്ട് 1 1 ആണെങ്കിൽ സമ്മ് 0യും ക്യാരി 1ഉം കൊടുക്കുക. അങ്ങനെ ഈ മേലെയാണ് ക്യാരി എന്ന് കൊടുത്തത്. ശരിക്കും നിങ്ങളിപ്പോൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ക്യാരി വേണമെന്നില്ല, ജസ്റ്റ് ഈ കറക്റ്റ് ആൻസർ ചെയ്താൽ മതി. 1 1 ആകുമ്പോഴേക്ക് 0 വരും, ക്യാരി 1 വരും. 0 0 ആകുമ്പോൾ 0 ആയിരിക്കും. പക്ഷേ ഇപ്പുറത്ത് ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരി നമ്മളിവിടെ ആഡ് ചെയ്യുമല്ലോ. അതായത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നതനുസരിച്ച് ക്യാരി ആഡ് ചെയ്ത് ഇങ്ങനെ പോകും കേട്ടോ. അത് ശ്രദ്ധിക്കണം. ക്യാരി നമ്മൾ വെറുതെ വെക്കുന്നതല്ല, ക്യാരി നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് എടുത്ത് മൊത്തത്തിൽ സ്റ്റക്ക് ആവുന്നുണ്ട് ഫോണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാരി വരുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. സോറി കേട്ടോ, ഫോണൊക്കെ സ്റ്റക്കായി പോകുന്നത് അതാണ് ഇങ്ങനെ ഇതാണ്. അപ്പോൾ ഡെസിമലിൻ്റെ നമ്പറിൽ നമ്മൾ ബൈനറിൻ്റെ നമ്പറിൽ ഇങ്ങനെ ചെയ്തു. ഡെസിമലിൻ്റെ നമ്പർ വരുമ്പോൾ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഓരോ ബിറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് പറയുകയാണ് 6 7 എന്താണ് 13 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ 13 എന്ന് പറയുമ്പോൾ 3 കൊടുത്തു. പിന്നെ ഇവിടെ ക്യാരി 1 ആക്കി കൊടുത്തു. 0 0 ആണ്, എന്താണ് 0 ആണ്. ഈ ക്യാരി 1 ആഡ് ചെയ്തു, അപ്പോൾ 13 വന്നു. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ജസ്റ്റ് 6 7 13 അത്ര നമ്മൾ മീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ക്യാരി 1 വന്നത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഒന്നുകൂടെ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ക്യാരി 1 വന്നാൽ അങ്ങനെയാണ്. ഇതിൻ്റെ കേസ് വരുമ്പോൾ ക്യാരി 0 ആണ്. കാരണം എന്താണ് അവിടെ നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. 3 + 5 8 ആണ്. 1 0 1 ആണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഇറക്കിയിട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ക്യാരി ഇല്ല, ക്യാരി 0 ആണ്. പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബാക്കി ഇവിടെ ഒരാൾ ഇവിടെ മേലെ കൊണ്ടുപോയി വെക്കുമ്പോൾ അതാണ് ക്യാരി. അതേപോലെ ഇതിൻ്റെ കേസും അങ്ങനെയാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ വീണ്ടും എത്ര വേണമെങ്കിലും പറഞ്ഞുതരാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബോർഡും എഴുതി പറയുമ്പോൾ നല്ല ഈസി ആയിരുന്നു. ഇതിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ലല്ലോ, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞ പോലെ 6 7ൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ 6ഉം 7ഉം എന്താണ് 13 ആണ്. അപ്പോൾ നമ്മളിവിടെ 3 കൊടുത്തു. എന്നിട്ട് ആ 1നെ ഇങ്ങോട്ട് ക്യാരി ആക്കി വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഡയറക്റ്റായിട്ട് 6 7 13 നമ്മൾ കൊടുക്കുന്നുള്ളൂ, അത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ ക്യാരി എന്ന് പറഞ്ഞപ്പോൾ ഓരോ ബിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയും ഇവിടെയും ചെയ്യുമ്പോൾ ഒരാൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ, അതിനെയാണ് നമ്മൾ ക്യാരി എന്ന് പറയാം കേട്ടോ. ഞാൻ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. സംഭവം സിമ്പിളാണ്. പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഇനിയും ചോദിക്കുക, ഞാൻ വീണ്ടും പറഞ്ഞുതരും, ഒരു കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും ഇത് ഒരേപോലെ ഇങ്ങോട്ട് ഡൈജസ്റ്റ് ആവണമെന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ബൈനറി സബ്സ്ട്രാക്ഷനാണ്. അപ്പോൾ ബിറ്റ് വൈസ് ലെവലിലായിട്ട് നമ്മൾ ആഡ് ചെയ്തത്. ഇനി നമ്മൾ ബിറ്റ് വൈസ് ലെവലിൽ സബ്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത് സബ്സ്ട്രാക്ഷൻ ആൻഡ് ബോറോ. ഇതിനകത്ത് നമ്മൾ ക്യാരി എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ബോറോ ആണ്. ദീസ് 2 വേർഡ്സ് വിൽ ബി യൂസ്ഡ് വെരി ഫ്രീക്വൻ്റ്ലി ഫോർ ബൈനറി സബ്സ്ട്രാക്ഷൻ. ദർ ആർ 4 റൂൾസ് ഫോർ ബൈനറി സബ്സ്ട്രാക്ഷൻ. ബൈനറി സബ്സ്ട്രാക്ട് ചെയ്യാനും 4 റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? 0 0 ആണെങ്കിൽ 0 ബോറോ 0, 0 1 ആകുമ്പോൾ 0 ബോറോ 1, 1 0 ആകുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ആണ് റിസൾട്ട്, ബോറോ 0, 1 1 ആകുമ്പോൾ 0 0. അതായത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. അപ്പോൾ 0 0 മൈനസ് ചെയ്താൽ എന്താണ്? 0 ആണ്. അപ്പോൾ ഇപ്പുറത്ത് ബോറോ ചെയ്യാനൊന്നുമില്ല. 0 1 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഇപ്പുറത്തൊരു 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ അതായത് 1 0 1 എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അതിൻ്റെ സബ്സ്ട്രാക്റ്റിൻ്റെ ഇത് 0യും വരും, ബോറോ 1 വരും. കാരണം പുറത്തുനിന്നൊരു 1 നമ്മൾ ബോറോ എടുത്തു, കട എടുത്തുകൊണ്ടാണല്ലോ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ബോറോ 1 വന്നത്. നമ്മൾ സബ്സ്ട്രാക്ഷനൊക്കെ എല്ലാ ഡെസിമലിൻ്റെ കേസ് ചെയ്യുമ്പോൾ വരെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞുതരാം ഒരു മിനിറ്റ്. അതേപോലെ 1 0 ചെയ്യുമ്പോൾ നോ പ്രോബ്ലം, സബ്സ്ട്രാക്റ്റ് 1 കിട്ടും, അതായത് ബോറോ 0 കിട്ടും. നമ്മളൊന്നും ബോറോ ചെയ്യുന്നില്ല. 1 1 സബ്സ്ട്രാക്ട് ചെയ്ത് 0 0. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരും 0 1ൻ്റെ കേസാണ്. അത് നമ്മൾ ഡെസിമലിൻ്റെ കേസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് 13 - 5 ചെയ്യുമ്പോൾ എന്താ ചെയ്യുക. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും 3ന്ന് 5 കുറക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്തുനിന്ന് ഒരാളെ എടുക്കും, അതായത് ഇവിടെ 1നെ നമ്മൾ എടുക്കുന്നത്, എന്നിട്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് എന്താണ് റിസൾട്ട് 8 കിട്ടും. അപ്പോൾ ഇതിനകത്ത് ബോറോ കിട്ടിയ എന്താണ് 1 ആണ്. കാരണം ഈ 1നെയല്ലേ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തത്. അതായത് 3നെ നമ്മൾ 13 ആക്കാൻ വേണ്ടി എന്ത് ചെയ്തൊരു 1 എടുത്തു. സോറി, ഇവിടെ ക്യാരി എന്നാട്ടോ, ഇവിടെ ക്യാരി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ബോറോ എന്ന് കൊടുക്കുക. കാരണം ബോറോ ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ 1നെ ഇങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി 3 എന്നുള്ളത് 13 ആയി. അപ്പോൾ കറക്റ്റായി. ഇനി നെക്സ്റ്റ് വേറെ കേസ് ബോറോ ചെയ്യുമ്പോൾ എന്താണ് നോക്കാം. 1 1 0 1 മൈനസ് 0 1 0 1 ചെയ്യുമ്പോൾ എന്താണ് 1 1 പോയ കുഴപ്പമുണ്ടോ, ഇല്ല. 0 0 0 പോയ കുഴപ്പമില്ല, 0 1 1 0 പോയ 0 കുഴപ്പമില്ല, 1 0 0 പോയാൽ 1 0 പോയ കുഴപ്പമില്ല. അപ്പോൾ സോ ആൻസർ എന്താണ് 1 0 0 0. അപ്പോൾ ഇവിടെ ബോറോൻ്റെ പ്രശ്നം വരുന്നില്ല. കാരണം എന്താണ് 0 1 എന്ന് പറയുന്ന കേസ് വരുന്നില്ല. ഓക്കെ. ഈ ഡെസിമലിൻ്റെ കേസിൽ എന്തായിരുന്നു 3ഉം 5ഉം ആയതുകൊണ്ടാണ് 3 ലെസ്സർ വാല്യൂ ആയതുകൊണ്ടാണ് ഇഷ്യൂ വന്നത്. നമ്മളവിടെ 1 ബോറോ ചെയ്തു. ഈ കേസിൽ അങ്ങനെ ഇഷ്യൂ ഇല്ല, ലെസ്സർ നമ്പേഴ്സൊക്കെ താഴെയാണ്, അതുകൊണ്ട് ഇഷ്യൂ ഇല്ല, അതുകൊണ്ട് ബോറോ ചെയ്യുന്നില്ല. സോ ബോറോ 0 0 0. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 26 - 12. അപ്പോൾ 6ന്ന് 2 പോയ എന്താണ് 4. അപ്പോൾ അവിടെ നമുക്കൊന്നും ബോറോ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണ് 6 ആണ് ബിഗ്ഗർ വാല്യൂ. അതേപോലെ 2 - 1 ചെയ്യുമ്പോൾ 1 ആണ്. അവിടെയും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ബോറോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ വന്നിട്ടില്ല. സോ റിസൾട്ട് എന്താണ് 14. അപ്പോൾ ബോറോ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പുറത്ത് നമ്മൾ എടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ ബോറോ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് 1 1 0 1 0 ചെയ്യാണ്. ഇവിടെ നമുക്ക് ബോറോ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അതേപോലെ 0 1 1 1 0 0 1 1 0 0. ഇത് നമ്മൾ ചെയ്യാൻ പോകട്ടോ, ശ്രദ്ധിച്ചോളൂ. 0 0 പോയി, ഓക്കെ 0. 1 0 പോയി, ഓക്കെ 1. ഇനിയാണ് ഇഷ്യൂ വരുന്നത്. ബോറോൻ്റെ കണ്ടോ മേലെ വാല്യൂ എന്നൂടെയൊക്കെ 0 ഇട്ട് കൊടുത്തു. 0 1 പോയ എന്താണ് 1 ആണ്. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, ഒരു ബോറോ 1 കൊടുത്തോ. എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. അതായത് ഇവിടെ 0 അല്ലേ, അതിനൊരിക്കലും നമുക്ക് 1 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ഇപ്പുറത്തുനിന്ന് ഒരാളെ നമ്മൾ ഇങ്ങോട്ട് ബോറോ ചെയ്തു. അതാണ് ഇവിടെ 1. കണ്ടോ 1 വന്നത് എങ്ങനെയാണ്. അപ്പോൾ 1 1 ചെയ്തു. 1 1 മൈനസ് ചെയ്താൽ എന്താണ് 0 ആണ്. സോറി, അങ്ങനെയല്ല വരും കേട്ടോ, ഒരു മിനിറ്റ്. അതായത് നമ്മളിവിടുന്ന് ഒരാൾ ബോറോ ചെയ്തില്ലേ, ബോറോ ചെയ്ത് എന്താണ് 1 0 എന്നാണ് വരിക. 1 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നമ്പർ 2 അല്ലേ. കാരണം നമ്മൾ പൊസിഷനിങ് ചെയ്യുമ്പോൾ എന്താണ് ഡെസിമൽ നമ്പർക്കൊക്കെ മാറ്റുമ്പോൾ 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 - 1 ചെയ്യുമ്പോൾ എന്താണ് 1. ഓക്കെ. അപ്പോൾ വരുന്ന റിസൾട്ട് അതുകൊണ്ടാണ് 1 വന്നത് കേട്ടോ. അതായത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി, എന്നാൽ കൺഫ്യൂഷൻ വരില്ല. ഇതിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് നമ്മൾ ബോറോ ചെയ്യുമ്പോൾ ഈ 0 ഉള്ളിന് എന്തായി 1 ആയി മാറി, 1 0 ആയി മാറി. സോ 1 0 - 1 എന്താണ് 1 ആണ്. അപ്പോൾ എന്തായി അവിടെ ഓക്കെ ആയി. നെക്സ്റ്റ് കേസ് ഇവിടെ എന്തായി, നമ്മൾ ഇങ്ങോട്ട് ബോറോ ചെയ്തത് കാരണം ഈ 1ൻ്റെ വാല്യൂ എന്തായി 0 ആയി പോയിട്ടുണ്ട് പാവം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്തുനിന്ന് ഒരാളെ ബോറോ ചെയ്തു, അതായത് എന്താണ് അത് 1 ആയി. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മേലെ 1 നിട്ടത്. അതായത് 2 1കൾ നമ്മളിവിടെ ബോറോ ചെയ്തു. അപ്പോൾ റിസൾട്ട് എന്താ ഇവിടെയും 1 0 ആയി. 1 0 - 1 ചെയ്താൽ 1 കിട്ടി. അപ്പോൾ സോ പിന്നെ ഇവിടെ എന്താണ് 0 1 നമ്മൾ ഇങ്ങോട്ട് ബോറോ ചെയ്തുകൊണ്ട് ഇവിടുത്തെ വാല്യൂ 0 ആയില്ലേ. 0 - 0 0. അപ്പോൾ ആൻസർ കിട്ടി 0 1 1 1 0. അപ്പോൾ നമ്മൾ ബോറോ ചെയ്ത് 2 1കളാണ്. ആ 1കളുടെ പൊസിഷനിങ് അനുസരിച്ച് നമ്മളിവിടെ 1 ഇട്ട് കൊടുത്തു. അതാണ് ബോറോ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബൈനറി സബ്സ്ട്രാക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരെ ഇങ്ങനത്തെ കേസുകളായിരിക്കും. നമ്മൾ ബോറോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, ബോറോ ചെയ്യുമ്പോൾ 1 0 ആയിട്ടാണ് വരിക. സോ 1 0 - 1 നമ്മൾ ചെയ്യുമ്പോൾ റിസൾട്ട് 1 ആണ് കിട്ടുക. കാരണം 2 - 1 ചെയ്യുന്ന എന്താ റിസൾട്ട് കിട്ടുക 1 അല്ലേ. അതാണ് ഇവിടെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇത്രയാണ് സബ്സ്ട്രാക്ഷൻ്റെ കേസ് പറയാനുള്ളത്. ഞാനാകെ ക്ഷീണിച്ചു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ചിലർക്കെങ്കിലും ബൈനറി കേസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വീണ്ടും പറഞ്ഞു തരാം, കുഴപ്പമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായി പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ബൈനറി സബ്സ്ട്രാക്ഷനെ കുറിച്ച് പറയുള്ളത്. ഇനി മൾട്ടിപ്ലിക്കേഷനൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് പറയാമെന്നും കൂടെ നമുക്ക് പറഞ്ഞിട്ട് നിർത്തി വെക്കാം. എത്ര മിനിറ്റായി? 14 മിനിറ്റായോ? പ്ലീസ് വെയിറ്റ്. വൺസ് കോംപ്ലിമെൻറ്റ്. ടു ഒബ്റ്റെയിൻ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈച്ച് ബിറ്റ് ഓഫ് ദ നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 1. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ
എന്ത് ചെയ്യുക, ഓരോ ബിറ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ 0 ആണെങ്കിൽ 1 ആക്കി കൊടുക്കുക, 1 ആണെങ്കിൽ 0 ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ സംഭവം. ദസ് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ദാറ്റ് റിസൾട്ട് വെൻ വി ചേഞ്ച് ഈച്ച് 0 to 1 ആൻഡ് 1 to 0. വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ജസ്റ്റ് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. 0 ആണെങ്കിൽ 1 ആയി കൊടുക്കുക, 1 ആണെങ്കിൽ 0 ആയി കൊടുക്കുക, അങ്ങനെ ചെയ്താൽ വൺസ് കോംപ്ലിമെൻ്റ് ആയി. നോക്കൂ 0 1 0 ആണ്, 0 1 0 1 ആണ്. അതിന് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് ആക്കിയപ്പോൾ കണ്ടോ 1 0 1 0, അതായത് 0 ഉള്ളിടത്തൊക്കെ 1 ഇട്ടെടുത്ത്, 1 ഉള്ളിടത്തൊക്കെ 0 ഇട്ടെടുത്തു, അത്ര ചെയ്താൽ മതി. അപ്പോൾ എക്സാമിനൊക്കെ ഇനി ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസ് ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്താ വെച്ചാൽ മാറ്റി കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ചിലർ ഇത് ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് ചോദിക്കുമായിരുന്നു എഴുതാതെ പോയവർ വരെയുണ്ട്. കാരണം നമ്മൾ കരുതുന്ന അത്ര ഡിഫിക്കൽട്ട് തന്നെ ആവണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്, സംഭവം സിമ്പിളാണിത്. 1 0 0 1 ആണെങ്കിൽ എങ്ങനെ വരിക, 0 1 1 0. 1 1 0 1 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക, 0 0 1 0. 0 0 0 1 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക, 1 1 1 0. അതായത് നെക്സ്റ്റ് ഓപ്പോസിറ്റ് അങ്ങോട്ട് കൊടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ മെയിൻ പറഞ്ഞ ബൈനറി അഡീഷനും ബൈനറി സബ്സ്ട്രാക്ഷനാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കി പോകട്ടെ, എങ്ങനെയാണ് നമ്മൾ ക്യാരി കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ബോറോ ചെയ്യുന്നത്. സംഭവം സിമ്പിളൊക്കെയാണ്, പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻസ് വരും, ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. കാരണം സിമ്പിളാണ് പക്ഷേ ഡിഫിക്കൽട്ടാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുള്ളത്. സോ വീഡിയോ വാച്ച് ചെയ്ത് കറക്റ്റ് മനസ്സിലാക്കി ചെയ്ത് തന്നെ പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. സോ ഓക്കെ, താങ്ക് യു. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, സജഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. കോൾ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ കരുതുന്ന നേരത്തെ എനിക്ക് കിട്ടണമെന്നില്ല. സോ വോയിസ് അയക്കുക, മെസ്സേജ് ചെയ്തിട്ട് കോൾ ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, വോയിസും അയക്കുക, മെസ്സേജ് അയക്കുക. കാരണം എന്തെങ്കിലും തിരക്കിലൊക്കെ വിട്ടുപോയാൽ കോൾ ചിലപ്പോൾ നമുക്ക് എഴുതിയ പോലെ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ മെസ്സേജ് അയച്ച് എപ്പോൾ വേണമെങ്കിലും എനിക്ക് കണ്ട് റിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ കോൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആണെങ്കിൽ എടുക്കും. ഇപ്പോൾ ഇന്നൊക്കെ 3-4 ക്ലാസ് എടുക്കാണ്ടേ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ തിരക്കിലാവും, അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാവും. അപ്പോൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്തിട്ട് വോയിസ് അയച്ചിട്ടാൽ എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ജസ്റ്റ് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. സോ ഓക്കെ, താങ്ക് യു. കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവാം.